ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, നമുക്ക് വിശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതായിരുന്നു ലേറ്റ് ആയിപ്പോയത് കേട്ടോ. അപ്പോൾ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയോട് പണിയെല്ലാം ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വൈജ പോയിട്ടോ, ഓഫീസിലേക്ക് പോയി. പിന്നെ അലീനയും മുത്തശ്ശിയും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് അലീന കയറി ചെന്നു. അലീന കയറി ചെന്നപ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിച്ചു, അല്ല വൈജ പോയോ മോളെ? ആ, വൈജയും എല്ലാവരും പോയി, അവരെല്ലാം പോയി, ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞപ്പം, ആ അല്ല അവൾ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? എന്തു പറയാനാ, കുറേ പണികളൊക്കെ പറഞ്ഞു. വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടണം, പൊടിയൊന്നും കാണരുത്, അലമാരയുടെ അടി മുതൽ കട്ടിലിൻ്റെ അടി വരെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടണം എന്നാണ് പറഞ്ഞിട്ട് പോയത്. ആ, അവളങ്ങനെയാ, ഭയങ്കര വൃത്തിക്കാരിയാ. പിന്നെ ഉണ്ടല്ലോ, അവള് ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറയുമെങ്കിലേ മനസ്സ് വെറും ശുദ്ധമാന്നേ. സത്യമായിട്ടും ഞാനും ഓർത്തത് അമ്മയും അതുപോലെ തന്നെ മുത്തച്ഛനെയൊക്കെ പോലെ പാവമായിരിക്കും നിങ്ങളുടെ മകളെന്നാ. ഓ, പാവമൊക്കെ തന്നെയാ മോളെ. അവളുടെ കാര്യം ഒരു കണക്കിന് പറഞ്ഞാൽ കഷ്ടമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവള് നല്ല മിടുക്കിയായിരുന്നു, എല്ലാവരോടും ആത്മാർത്ഥതയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളൊരു പെണ്ണായിരുന്നു. പക്ഷേ ചിലവരുടെ ജീവിത സാഹചര്യം അതാണല്ലോ പലരുടെയും സ്വഭാവമൊക്കെ മാറ്റുന്നത്. അത് തന്നെയാണ് അവളുടെ ജീവിതത്തിൽ നടന്നത്. അതെന്തു പറ്റി? അതെന്താ ഇത്രമാത്രം അമ്മയുടെ മോളുടെ ജീവിതത്തിൽ നടന്നത്? അതൊന്നും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ദേ നമ്മുടെ ബാലേന്ദ്രനില്ലേ, ബാലേന്ദ്രനെ കിട്ടിയതാണ് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അവനെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു വിവാഹം നടത്താൻ. സ്നേഹിച്ച കല്യാണം കഴിച്ചൊന്നുമല്ല, അറേഞ്ചാ. ഞങ്ങളെല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് അവൾ വിവാഹത്തിന് സമ്മതിച്ചത്. ആദ്യമൊന്നും എന്തേതാ വിവാഹത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ പാടുപെട്ടു ഞങ്ങൾ. അതെന്താ അത്രയ്ക്ക് പെടാപ്പാടുപെട്ട് വിവാഹം നടത്തിയത്? അതൊക്കെ ഒരു കഥയാ. രണ്ടാങ്ങളമാരുടെ ഒറ്റ ഒരു പെങ്ങളാണ് ഈ പറയുന്ന വൈജ, അതറിയാലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ പോട്ടെ മോളെ, അതൊക്കെ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം ഏതായാലും 3 മക്കളുമായി സുഖമായിട്ട് ജീവിക്കുന്നവൾ. പിന്നെ ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ജീവിത സാഹചര്യത്തിൽ വെച്ച് അവൾക്ക് ഉണ്ടായതാണ്. അതുകൊണ്ട് മോളത് കാര്യമാക്കുമൊന്നും വേണ്ട, മനസ്സ് വെറും ശുദ്ധമാണ്. ഈ ദേഷ്യമൊക്കെ കൊണ്ടാണ് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സങ്കടമൊക്കെ ഇങ്ങനെ മാറ്റിവെച്ച് പിടിച്ച് നിൽക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്, ഇനിയിപ്പം എന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമായിരിക്കുമോ എൻ്റെ അമ്മയ്ക്ക്? അപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാകുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞു, അതെ ഞാൻ പോയി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടേ, റൂമൊക്കെ വൃത്തിയാക്കി ഇടണം, പൊടിയൊക്കെ തുടയ്ക്കണം, അതെല്ലാം ചെയ്യട്ടെ. മോളെന്നാ പൊക്കോ. അതെ, മൂക്കും അടുപ്പായല്ലേ, അവിടെ കൈതയ്ക്കലായിരുന്നപ്പം ഇത്രയും പണിയൊന്നും ഇല്ലായിരുന്നു, അവളുടെ മുഖം കണ്ടാൽ മതിയായിരുന്നല്ലോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്കിവിടെ തോന്നുന്നില്ല അമ്മേ. എന്തിനാ ഞാൻ ബുദ്ധിമുട്ടുന്നത്? എൻ്റെ ആൾക്കാർക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ ജോലി എടുക്കുന്നു, അത്ര മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം എൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ, എൻ്റെ അച്ഛനാണെങ്കിൽ, എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. അതുപോലെയൊക്കെ തന്നെയാണ്, എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും മുത്തശ്ശി, എത്ര നല്ല മനസ്സുള്ള കുട്ടിയാ അലീന എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇവള് എൻ്റെ മകളുടെ മകളായിരുന്നുവെങ്കിൽ എന്ന് വരും നമ്മുടെ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്നുമോളെയാണ്. അപ്പം ചിന്നുമോളെ കേക്ക് മേടിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിട്ട് പോയതാണല്ലോ രേവതിയും അലീനയും. അതുകൊണ്ട് ചിന്നുമോള് ഭയങ്കര വിഷമത്തിലാണ്. ചിന്നുമോൾ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു കന്യാസ്ത്രീ വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി ചിന്നുമോൾ ഇവിടെ വന്നിരിക്കുന്നത്? അതേ, ചിന്നുമോൾ ഇവിടെ വന്നിരിക്കുന്നത് കേക്ക് മേടിക്കാൻ പോയിട്ട് എൻ്റെ ആൻറ്റിമാർ ഇതുവരെ വന്നില്ലല്ലോ, കേക്ക് സ്റ്റാർ മേടിക്കാൻ പോയതല്ലേ? ആണോ? അതെ, ഇതുവരെ കേക്കും സ്റ്റാറും കിട്ടി കാണത്തില്ല, അതായിരിക്കും വരാത്തത്. അല്ല, എന്നെ പറ്റിക്കുന്നതല്ലേ? കേക്ക് സ്റ്റാറും എല്ലാ കടയിലും കാണൂലേ, എന്നെ പറ്റിക്കുക? പറ്റിക്കുന്നൊന്നുമല്ല. മോളിങ് വന്നേ, മോളിവിടെ തനിച്ചിരിക്കണ്ട, അവർ വരുന്നേ, അവർ വരും. അവർ വരുന്ന ദിവസം നമുക്ക് അവരുടെ കൂടെ കളിക്കാം, ചിരിക്കാം. ഇപ്പം മോക്ക് ഇവിടെ കളിക്കാൻ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, അതുപോലെ ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ. എങ്കിൽ കളിക്കാമല്ലേ ചിന്നുമോക്ക്? കളിക്കാം, കയറി വാന്നും പറഞ്ഞ് ചിന്നുമോളെയും കൂട്ടിക്കൊണ്ട് അകത്ത് പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അവിടെ ചിന്നുമോൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ നല്ല രീതിയിൽ തന്നെയാണ് ചിന്നുമോളെ നോക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ മാമച്ചനെയും അതുപോലെ രേവതിനെയും ഗ്രേസീനെയൊക്കെയാണ്. അങ്ങനെ മാമച്ചൻ, എടി രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പം ഗ്രേസി അവിടെ ഇരിപ്പുണ്ടോ? ഗ്രേസി ഇതെന്താണെന്നൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചനാണെങ്കിലേ, അതേ
ഇപ്പം നീ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? നിനക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ശമ്പളമൊന്നും വേണ്ടേ? നീയോ ചോദിക്കുന്നില്ല. ഏതായാലും ചോദിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ശമ്പളം തരാതെ ഒന്നും ഞങ്ങളിരിക്കത്തില്ല. പിടിച്ചോ ശമ്പളം. ഈ ശമ്പളം നിന്റെ കയ്യിലിരിക്കട്ടെ. ഇനിയിപ്പം ജോലി ചെയ്തിട്ട് കൂലി തന്നില്ലെന്ന് പറയുന്നതേ അത് ഞങ്ങൾക്കാ നാണക്കേട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോൾ പൈസ വേണ്ട. പൈസ വേണ്ടെന്നോ? നിന്നെ ജോലിക്കല്ലേടി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അത് ഈ പൈസ എനിക്കെന്തിനാ? ആഹാ, അതിപ്പോൾ കൊള്ളാം. ഈ പൈസ നിനക്ക് എന്തിനാണെന്നാണോ നീ ചോദിക്കുന്നത്? ഈ പൈസ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ കാര്യങ്ങൾ എന്താ? എനിക്ക് ഇവിടെ ഉടുക്കാൻ വസ്ത്രമുണ്ട്, അതുപോലെ എനിക്ക് ഉണ്ണാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ എനിക്കിനി പൈസ? ഇപ്പം ഗ്രേസ് പറഞ്ഞു, എൻ്റെ പൊന്നു രേവതിക്കുട്ടി, നീ അത് മേടിക്ക്, തന്നതല്ലേ. അത് മേടിച്ചിട്ട് ഉടനെ ഗ്രേസിയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട്, അതെ ഇപ്പം എന്നെ നോക്കുന്നത് നിങ്ങളല്ലേ, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ, ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഇത് എന്തൊരു പെണ്ണാ ഇത്? എടി പെണ്ണ, ഇത് നിനക്ക് തന്ന പൈസയല്ലേ, നീ എന്തിനാ ഇത് എനിക്ക് തരുന്നത്? അത് എനിക്ക് വേറെ ആരും ഇല്ലല്ലോ പൈസ കൊടുക്കാനായിട്ട്. ഈ പൈസ ഞാൻ ആർക്ക് കൊടുക്കാനാ? എനിക്ക് അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പുകളോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എനിക്ക് ഈ പൈസ കൊടുക്കായിരുന്നു. അവരെ സംരക്ഷിക്കാനായിട്ട് എനിക്ക് ഈ പൈസ എടുക്കായിരുന്നു. പക്ഷേ എനിക്ക് ഈ ലോകത്ത് ഇപ്പം വേറെ ആരുമില്ല നിങ്ങളല്ലാതെ. അപ്പം നിങ്ങളല്ലേ എന്നെ നോക്കുന്നത്. അപ്പം നിങ്ങൾക്കല്ലേ ഞാൻ പൈസ തരേണ്ടത്. ഓ ഈ പൊട്ടിപ്പെണ്ണിൻ്റെ ഒരു കാര്യം. എൻ്റെ പൊന്നു മാമച്ചനല്ലാതെ ഇവക്ക് ആരെങ്കിലും പൈസ കൊടുക്കുമോ? അതെ, നിനക്ക് ഡ്രസ്സ് വേണ്ടേ? നിനക്ക് എപ്പോഴും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നാൽ മതിയോ? അത് പിന്നെ എനിക്ക് 3-4 ജോഡി ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ മാറി മാറി അലക്കി ഇടുന്നുണ്ടല്ലോ. പിന്നെന്താ? ഓ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് അങ്ങ് തുടങ്ങാം. ആ അക്കൗണ്ടിലേക്ക് ഈ പൈസ കൊണ്ടിടാം. എൻ്റെ പേരിൽ അക്കൗണ്ടോ? അതെന്തിനാ? ഓ എൻ്റെ പൊന്നു പെങ്കൊച്ചേ, നിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്നത് നിനക്കൊരു സമ്പാദ്യം വേണ്ടേ? ആ നിന്റെ കല്യാണമൊക്കെ കഴിയുമ്പം. കല്യാണമോ? എനിക്കോ? അയ്യോ എനിക്ക് അതൊന്നും വേണ്ട. ഞാൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇവിടെ കഴിഞ്ഞോളാം. ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രേസി തള്ളി വിടുകയാണ്. ഏതായാലും ഗ്രേസിക്ക് ഒരു വിചാരമുണ്ട് കേട്ടോ, നമ്മുടെ രേവതിനെ സ്വന്തം മകളായിട്ട് ഏറ്റെടുക്കണമെന്നും ദത്തെടുക്കണമെന്നും രേവതിനെ പഠിപ്പിക്കണമെന്നും നല്ലൊരു നിലയിൽ രേവതിനെ എത്തിക്കണം എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഗ്രേസിക്ക് കടന്നു വരുന്നുണ്ട്. മാമച്ചനും കടന്നു വരുന്നുണ്ട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. നമ്മുടെ രേവതി അല്ലല്ലോ സോറി, അലീന എല്ലാം വെച്ചുണ്ടാക്കി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കോളിംഗ് കേട്ടതും ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും ആരാ? നമ്മുടെ ബാലേന്ദ്രൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതപ്പോൾ ഇതൊക്കെ ആദ്യം കാണിക്കുന്ന സീനാണേ. അതായത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആ ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഇത് ഈ പറയുന്ന സീൻ ആദ്യം കേട്ടോ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പം മറ്റേ 2 സീനും മുമ്പിൽ കയറി വന്നതാണ്. ഈ സീനാണ് ആദ്യം കാണിക്കുന്നത്. അലീന ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അലീന ഭക്ഷണം എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും വാവ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോടി, ഈ മോരിനും ചമ്മന്തിക്കൊക്കെ എന്താ ടേസ്റ്റ്. അല്ല നിന്നെ ആരാ പാചകം പഠിപ്പിച്ചേ? അത് പിന്നെ ചമ്മന്തി ഞങ്ങൾ എന്നും ഞങ്ങളുടെ നികേതനിൽ ഉണ്ടാക്കാറുണ്ട്. മോരുകറിയും വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എൻ്റെ മമ്മിയാണ് ഞങ്ങളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ഏതായാലും നിൻ്റെ മമ്മി കൊള്ളാമല്ലോ. പിന്നെ ഈ ബാക്കി കറിയൊക്കെ നീ എങ്ങനെ ഉണ്ടാക്കി? അത് എന്നോട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടുത്തെ സാറിൻ്റെ ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നല്ലതായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാം നല്ലതായിട്ടുണ്ട്, വൃത്തിയും വെടുപ്പുമായിട്ടുണ്ട്. ഇനിയെങ്കിലും വൃത്തിയും വെടുപ്പോടും കൂടി ഭക്ഷണം കഴിക്കാമല്ലോ. മാത്രമല്ല ഈ ആഹാരമേ സ്നേഹത്തോടെ വിളമ്പി തരുമ്പോൾ കഴിക്കുന്ന ആ ഒരു സ്വാദും ആ ഒരു രുചിയൊക്കെ ഉണ്ടല്ലോ വേറെ ഒന്ന് തന്നെയാണ് എന്ന് പറയുകയാണ്. ഏതായാലും ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ബാലേന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ഛനല്ലെങ്കിൽ പോലും അച്ഛൻ്റെ സ്ഥാനമാണല്ലോ ബാലേന്ദ്രന്. അങ്ങനെ നമ്മുടെ അലീന അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോസൊക്കെ കാണുകയാണ്. ഫോട്ടോസിൽ ബാലേന്ദ്രനും മക്കളും പിന്നെ നമ്മുടെ ജയന്തിയൊക്കെ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് അലീന വെറുതെ സ്വപ്നം കാണുക, താനും കൂടെ അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്ന്. അങ്ങനെ അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ആ ഫോട്ടോയിൽ ഇരിക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നുകയും അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയും പെട്ടെന്ന് ആ ഫോട്ടോ മാഞ്ഞു പോകുമ്പോൾ മുഖം ഒന്ന് വാടുകയും ഒക്കെ ചെയ്യുന്നൊരു സീനും കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ പോവാണ് കേട്ടോ, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞു. വാതിലും ഗേറ്റും അടച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി വണ്ടി പോയി കഴിഞ്ഞ് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി ചെന്നു കേട്ടോ.
ഗേറ്റ് അടിക്കാൻ വേണ്ടി ചെന്നപ്പം ആ പട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ പട്ടി അലീനയെ കണ്ടതും ഭയങ്കര കുറയാണ് കേട്ടോ. അപ്പോൾ ആ പട്ടിയോട് അലീന പറഞ്ഞു, എടാ നിന്നോട് സംസാരിക്കാൻ പോയിട്ട് എനിക്കിവിടെ ഒന്ന് ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. നിന്നെ ഞാൻ പരിചയപ്പെടാന്നേ, നീ അവിടെ നിൽക്കടാ, ഞാൻ നിന്നെ പരിചയപ്പെടുന്നുണ്ട് ഒരു ദിവസം, നീ ഇപ്പം അവിടെ നിന്നോട്ടോ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പെരയ്ക്കകത്ത് പോയി തീർന്നില്ല. അതിനു മുമ്പാണ് നമ്മുടെ ഹരിശങ്കർ വരുന്നത്. ഹരിശങ്കർ ബൈക്കിനിങ്ങനെ പാഞ്ഞു വരുന്നു. പെട്ടെന്ന് നമ്മുടെ അലീന വാതിലടച്ച് അകത്തേക്ക് കയറി പോയല്ലോ. വീണ്ടും പെട്ടെന്നൊരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് നമ്മുടെ അലീന നോക്കിയപ്പോഴത്തേക്കും ആരാണ്, വേറെ ആരുമല്ല, നമ്മുടെ ഹരിശങ്കറിനെ കണ്ടതും അലീന ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അലീന ചോദിച്ചു, അല്ല എന്താ ഇപ്പോൾ വന്നത്? ആഹാ, ഈ വീട്ടിലേക്ക് എനിക്ക് വരാൻ നിന്റെ അനുവാദം വേണോ? ഇത് എൻ്റെയും കൂടെ വീടാ, ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീടാ, എൻ്റെ അമ്മായിയുടെ വീടാ. ഓ, അതെനിക്കറിയാം, എങ്കിലും ഈ സമയത്ത് ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിലും അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞ് നമ്മുടെ ഹരിശങ്കർ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെ നമ്മുടെ അലീനയെ വീഴ്ത്താൻ നോക്കിയിട്ടും അലീന വീഴുന്നതേ ഇല്ല. നമ്മുടെ അലീനയോട് ഓരോന്ന് പറയുമ്പം അലീന ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. അലീന ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഇനി എന്നെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ വൈജാമേടത്തിനോടും സാറിനോടും പറഞ്ഞു കൊടുക്കും. ഓഹോ, അത്രയ്ക്ക് അഹങ്കാരമാണോടി നിനക്ക് എന്നും പറഞ്ഞ് നമ്മുടെ വൈജയനെ തല്ലാൻ ചെല്ലുമ്പം കൈ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അലീനേനെ തല്ലാൻ ചെല്ലുമ്പം അലീന കൈ കയറി പിടിച്ച് തൊട്ടു പോകരുത്. ദേ, ഒരു പെണ്ണിൻ്റെയും ദേഹത്ത് അവളുടെ അനുവാദമില്ലാതെ തൊടാനുള്ള അധികാരം ഒരാണിനുമില്ല, തൊട്ടു പോകരുത് തന്നെ എന്നും പറഞ്ഞ് നമ്മുടെ അലീന ഹരിശങ്കറിനെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മനുശങ്കറും പുറകെ എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിലായിരിക്കും കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി പോയി, കാരണം നമുക്ക് വിശേഷം ഡിലേ ആയിരുന്നു, അതായിരുന്നു ലേറ്റ് ആയി പോയത് കേട്ടോ. ഒറിജിനൽ വിശേഷം അറിഞ്ഞിട്ടിട്ടാൽ പോരെ, ഇന്നലെ ഒരു പ്രമോ വിശേഷം ഇട്ടതല്ലേ, അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പരമാവധി ഒറിജിനൽ വിശേഷം തന്നെ രാവിലെ ഇടാൻ, ഫുൾ വിശേഷം തന്നെ ഇടാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. പിന്നെ നമ്മളിതിൽ ബാലൻ്റെയും ഗോമതിയുടെയും കഥ ഇടുന്നുണ്ട്. അത് നമ്മുടെ പ്രമോ വിശേഷം മാത്രമേ ഇടുന്നുള്ളൂ. ഒറിജിനൽ വിശേഷം തന്നെയാണ് വൈകിട്ട് നമ്മൾ ഇടുന്നത്. അത് ഒരു പ്രാവശ്യം, അതായത് രാവിലെ അത് വീണ്ടും ഞാൻ റിപ്പീറ്റായിട്ട് പറയാത്തതും ഫുൾ വിശേഷം ഇടാത്തതും വേറെ ഒന്നും കൊണ്ടും അല്ല. ഓൾറെഡി ഇപ്പം നമ്മൾ രാവിലെ 3 വീഡിയോസ് ചെയ്യുന്നുണ്ട് മറ്റേ ചാനലും കൂടെ കൂട്ടി. അപ്പം ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. നമുക്ക് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടണം, രാവിലെ ആ ഒരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയക്കുറവുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ബിസിനസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ചിൽഹാരിയ എന്നാണ് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ഇപ്പോൾ ഇച്ചിരി മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരുമല്ലോ. അപ്പം ഞാനങ്ങനെ ബിസിനസ്സിൻ്റെയും പുറകെ പോകണം, വീഡിയോസ് വരണം. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും സമയം തീരെ തികയുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മളെന്നും നമ്മുടെ അലീനയുടെ വിശേഷമായിട്ട് ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.